ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയിലെ പ്രീവിയസ് ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺകറന്റ് ഫോഴ്സസ് ആർ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ഈസ്. അപ്പോൾ എന്താണ് കൺകറന്റ് ഫോഴ്സസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫോഴ്സസ് F1, F2, F3 അങ്ങനെ കുറച്ച് ഫോഴ്സസ്, ആ ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, അത് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോഴ്സിന് എന്ത് പറയാം? കൺകറന്റ് ഫോഴ്സ് എന്ന് പറയാം. കുറച്ച് ഫോഴ്സസ് അതിന് ലൈൻ ഓഫ് ആക്ഷൻ പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോഴ്സിനെ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, കൺകറന്റ് ഫോഴ്സസ് whose line of action meet at one point. അതുപോലെ കുറച്ച് ഫോഴ്സസ് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സെയിം പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോ പ്ലാനാർ ഫോഴ്സ് എന്ന് പറയാം. അതുപോലെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു സെയിം ലൈനിലാണെന്നുണ്ടെങ്കിൽ, നമുക്കതിനെ കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയാം. ഓക്കെ, കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് വൺ പോയിന്റ്. അടുത്ത ചോദ്യം, ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ് വെൻ ദ റിസൾട്ടന്റ് മാക്സിമം ആൻഡ് മിനിമം റെസ്പെക്റ്റീവ്ലി ആർ. ഓക്കെ, അപ്പോ രണ്ട് ഫോഴ്സസ് P ആൻഡ് Q തമ്മിലുള്ള ആംഗിള് തീറ്റ, അതിന്റെ റിസൾട്ടന്റ് R. ഇത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് R ആണ്. അപ്പോൾ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, P² + Q² + 2PQ cos θ എന്നുള്ളത്. അപ്പോൾ ഈ റിസൾട്ടന്റ് മാക്സിമം അല്ലെങ്കിൽ മിനിമം ആക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയന്റ് എന്ന് പറയുന്നത് ആംഗിൾ cos θ ആണ്. അപ്പോൾ cos θ എപ്പോഴാണ് മാക്സിമം ആവുക? cos 0 1 ആണ്. അതാണ് cos θ യുടെ മാക്സിമം വാല്യൂ. cos 0 1 ആണ്. അതുപോലെ അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് cos 180 ആണ് മിനിമം വാല്യൂ, -1. അപ്പോ നമുക്ക് ആൻസർ കിട്ടി. രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ആംഗിള് 0 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. തമ്മിലുള്ള ആംഗിള് 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് മിനിമം ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വെൻ ദ സ്പ്രിംഗ് ഓഫ് എ വാച്ച് ഈസ് വൂണ്ട് ഇറ്റ് വിൽ പൊസസ്. വാച്ചിൽ ഒരു സ്പ്രിംഗ് വൂണ്ട് ചെയ്തു, അപ്പൊ അത് പൊസസ് ചെയ്യുന്ന എനർജി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിൽ കൈനറ്റിക് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ഇലക്ട്രിക് എനർജി ഉണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് പരമായിട്ട് അല്ലെങ്കിൽ മോഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് ആൻസർ നമുക്ക് ഗസ് ചെയ്യാം സ്ട്രെയിൻ എനർജി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു സ്പ്രിങ്ങില് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന എനർജി നമ്മൾ എന്താ പറയാ? പൊട്ടൻഷ്യൽ എനർജി എന്നാ പറയാ. പക്ഷെ ഓപ്ഷനിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അപ്പോ ഈ കേസില് സ്പ്രിങ് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന എനർജി നമുക്ക് സ്ട്രെയിൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, സ്ട്രെയിൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാംഗുലർ സെക്ഷൻ 3 cm വൈഡ് ആൻഡ് 4 cm ഡീപ് എബൌട്ട് XX ആക്സിസ്. ഒരു റെക്ടാംഗുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിച്ചിരിക്കുന്നത് എബൌട്ട് XX ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ റെക്ടാംഗിൾ വിത്ത് ബേസ് ബിയും ഡെപ്ത് ഡിയും. അപ്പോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് XX ആക്സിസ് എന്ന് പറയുന്നത്, ഈ XX ആക്സിസ് എന്ന് പറയുന്നത്, X ആക്സിസ് കിടക്കുന്ന സൈഡ് ഏതാണ്? ബി. അപ്പോ B × ഡെപ്ത് ക്യൂബ് ബൈ 12 ആണ് XX ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി YY ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, YY ആക്സിസ് എന്ന സൈഡ് ഏതാണ്? ഡെപ്ത്. അപ്പോ B³ ബൈ 12 ആണ് എബൌട്ട് YY ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ.
ചോദ്യം എബൌട്ട് എന്താണ് എക്സ് ആക്സിസ് ആണ്. അപ്പോ ബ്രെഡ്ത്ത് ഇൻറ്റു അല്ലെങ്കിൽ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ക്യൂബ് ബൈ 12 ആണ് ഇക്വേഷൻ. നമുക്ക് ബ്രെഡ്ത്ത് അറിയാം 3 ആണ്, ഡെപ്ത് 4 ആണ്. അപ്പോൾ 3 ഇൻറ്റു 4 ക്യൂബ് ബൈ 12 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ റേസ് ടു 4 ആണ്. 16 സെന്റിമീറ്റർ റേസ് ടു 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. The total motion possessed by a body is called. The total motion possessed by a body is called. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തത് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ഒരു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്ന ആള് എന്ത് ചെയ്യും? നമ്മൾ കൈ കുറച്ച് ബാക്കിലേക്ക് വലിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോൾ റിസീവ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇമ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഫോഴ്സ് സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ് ആണ്. മാസ് എന്ന് പറയുന്നതാണ് ദ മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി അല്ലെങ്കിൽ മാറ്റർ പ്രസന്റ് ഇൻ എ ബോഡി. ഒരു ബോഡിയുള്ള മാറ്ററിനെ പറ്റിയാണ് എന്ത് പറയുന്നതിനാണ് മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ആണ്. അടുത്ത് മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം മൊമെന്റം ആണ് എന്ത് മോഷനെ പറ്റി അല്ലെങ്കിൽ ചലനത്തെ പറ്റി പറയുന്ന ഒരു ടേം. എന്താണ്? മൊമെന്റം ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മൊമെന്റം. ദ ടോട്ടൽ മോഷൻ പോസസ്ഡ് ബൈ എ ബോഡി ഈസ് കോൾഡ് മൊമെന്റം. അടുത്ത ചോദ്യം. ദ ടിംബർ ഹൂസ് തിക്നെസ് ഈസ് ലെസ് ദാൻ 5 സെന്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 12 സെന്റിമീറ്റർ. ഇത് മാർക്കറ്റ് ഫോംസ് ഓഫ് ടിംബറിൽ വരുന്നൊരു ചോദ്യമാണ്. ടിംബറിന്റെ തിക്നെസ് ലെസ് ദാൻ 5 സെന്റിമീറ്റർ ആണ് ആൻഡ് വിഡ്ത്ത് എക്സീഡ്സ് 12 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ബോർഡ് എന്നാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. എന്താണ് ബാറ്റൺ? ബാറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രെഡ്ത്തും തിക്നെസ്സും ഡസ് നോട്ട് എക്സീഡ് 50 mm ആയിരിക്കും. ബാറ്റണില് ബ്രെഡ്ത്തും തിക്നെസ്സും അല്ലെങ്കിൽ വിഡ്ത്തും തിക്നെസ്സും ഡസ് നോട്ട് എക്സീഡ്സ് 50 mm ആണ്. ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രങ്ക് ഓഫ് ട്രീ ഒബ്ടൈൻഡ് ഫ്രം ദ റിമൂവൽ ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് കിട്ടുന്ന ട്രങ്ക് ഓഫ് ട്രീ എന്ന് പറയാം, ലോഗ് എന്ന് പറയാം. അതുപോലെ പ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. തിക്നെസ് വിച്ച് ഇസ് ലെസ് ദാൻ 5 സെന്റിമീറ്റർ, അതിന്റെ വിഡ്ത്ത് എക്സീഡ്സ് 50 mm ആയിരിക്കും പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ബോർഡാണ്. അടുത്ത ചോദ്യം. എ ഫൈൻ അഗ്രിഗേറ്റ് ഈസ് വൺ ഹുസ് പാർട്ടിക്കിൾ ആർ ഓഫ് സൈസ്. ഫൈൻ അഗ്രിഗേറ്റിന്റെ പാർട്ടിക്കിൾ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ കോസ് അഗ്രിഗേറ്റിന്റെ ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ 4.75 mm ISC. പാസിംഗ് ത്രൂ സിവ് അനാലിസിസില് എന്താണ് 4.75 mm ISCവില് പാസ് ചെയ്ത് പോകുന്ന അഗ്രിഗേറ്റ്സ് നമുക്ക് എന്ത് പറയാം? ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയാം. അപ്പോ 4.75 mm സിയിൽ പാസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ സൈസ് എന്തായിരിക്കും? 4.75നേക്കാളും കുറവായിരിക്കും. അപ്പൊ നമുക്ക് പറയാം എ ഫൈൻ അഗ്രിഗേറ്റ് ഈസ് വൺ ഹൂസ് പാർട്ടിക്കിൾസ് ആർ ഓഫ് സൈസ് ബിലോ 4.75 mm. ബിലോ 4.75 mm. അതുപോലെ കോസ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.75 mm ISCയിൽ റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾസിന് നമ്മൾ എന്ത് പറയാ? കോസ് അഗ്രിഗേറ്റ് എന്ന് പറയാം. റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾസിന് നമുക്ക് കോസ് അഗ്രിഗേറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. സീസണിങ് ഓഫ് ടിംബർ ഈസ് ഡൺ. നമ്മൾ ടിംബർ സീസണിങ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു മരം മുറിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 50% എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പോ വാട്ടർ ഒന്നുകിൽ വാട്ടർ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ സാപ്പിന്റെ ഫോമില് വാട്ടർ ഉണ്ടാവും. അപ്പോ ഈ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ടിംബറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്?
സീസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീസണിങ് ഓഫ് ടിംബർ ഇസ് ഡൺ ടു റിമൂവ് മോയ്സ്ചർ കണ്ടന്റ് ഓർ വാട്ടർ കണ്ടന്റ്. ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമന്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. സിമന്റിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം എത്ര കൂടാൻ പാടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോ നോർമൽ സിമന്റിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമന്റിന് വ്യത്യാസം വരാം. നോർമൽ സിമന്റിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം എത്ര സമയത്തേക്കാളും കൂടാൻ പാടില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 10 hours ആണ്. ഓക്കെ, നമുക്കറിയാം സിമന്റിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 30 minutes ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്താണെന്നാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് 1.43 meters ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1435 mm ആണ്. ഇനി ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ബ്രോഡ് ഗേജ് ആണെങ്കിൽ 1.676 meters ആണ്. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ബ്രോഡ് ഗേജ് വരിക. മീറ്റർ ഗേജ് ആണെന്നുണ്ടെങ്കിൽ അത് 1 meter ആണ്. നാരോ ഗേജ് ആണെങ്കിൽ അത് 0.762 meters ആണ്. ലൈറ്റ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ അത് 0.61 meters. ഇത്രയും ഗേജസ് നമുക്ക് ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കേണ്ട ഗേജസ്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്, ലൈറ്റ് ഗേജ് ആൻഡ് സ്റ്റാൻഡേർഡ് ഗേജ്. ഇത്രയും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് കോണിംഗ് ഓഫ് വീൽസ് ഈസ് പ്രൊവൈഡഡ്. റെയിൽവേ എഞ്ചിനീയറിംഗില് നമ്മൾ വീൽസ് കോണിംഗ് ചെയ്യുന്നുണ്ട്. കോണിംഗ് ഓഫ് വീൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ഇനി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കോണിംഗ് ഓഫ് വീൽസ്, അതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ടു പ്രിവെന്റ് ലാറ്ററൽ സ്ലിപ്പ് ആണ്. ടു പ്രിവെന്റ് ലാറ്ററൽ സ്ലിപ്പ്. അടുത്ത ചോദ്യം. ദ ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് ഈസ്. ദ ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് ഈസ്. സ്ട്രക്ചറൽ സ്റ്റീൽ വർക്കിന് ഉപയോഗിക്കുന്ന ബെസ്റ്റ് പ്രൈമറിനെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ എ റെഡ് ലെഡ് ആണ് ആൻസർ. റെഡ് ലെഡ്. റെഡ് ലെഡ് എന്ന് പറയുമ്പോൾ അത് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. ഇനി റെഡ് ലെഡിന്റെ വേറൊരു ചോദ്യം കൂടി നോക്കാം. ദ കെമിക്കൽ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രയർ ആൻഡ് ബേസ്. ഡ്രയർ ആയിട്ടും ബേസ് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത് റെഡ് ലെഡ് ആണ്. ഇതിനൊക്കെയുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തത് സിങ്ക് ലെഡ്. സിങ്ക് ലെഡിനെ സിങ്ക് വൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സൈഡ് ഓഫ് സിങ്ക് വൈറ്റ് എന്ന് പറയാം. സിങ്ക് വൈറ്റ് എന്ന് പറയുന്നത് ലെസ് ബൾക്കി ആയിരിക്കും. ലെസ് ബൾക്കി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും. സ്മൂത്ത് ആണ്, ട്രാൻസ്പാരന്റ് ആണ്, നോൺ പോയിസണസ് ആണ്. എന്ത് ചെയ്യില്ല, സൾഫർ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴത്തേക്കും ഡിസ്കളേർഡ് ആയി പോവില്ല. ഇതാണ് സിങ്ക് ലെഡ് എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റ് ലെഡ്. വൈറ്റ് ലെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോയിസണസ് ആണ്. അത് ഡിസ്കളേർഡ് ആവും. സൾഫർ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഡിസ്കളേർഡ് ആവും. അത് സൂട്ടബിൾ ഫോർ വുഡൻ സർഫസസ്. വുഡ് സർഫസിനാണ് കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുക, വൈറ്റ് ലെഡ് ഉപയോഗിക്കുക. ബൾക്കിയാണ്, ഡെൻസ് ആണ്, പെർമനന്റ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അടുത്തത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് നമ്മൾ എന്താണ്, പ്രൈമിംഗ് കോട്ടിംഗ് വിൻഡോസിലെ പ്രൈമിംഗ് കോട്ടിന് നമ്മൾ അയൺ ഓക്സൈഡ് ഉപയോഗിക്കുക. കണ്ടിന്യൂസ് ആണ്, നോൺ പോറസ് ആണ്. കണ്ടിന്യൂസ് ആണ്, നോൺ പോറസ് ആണ്. ഓക്കെ, അടുത്തത് റോളിംഗ് ഓഫ് റോഡ്സ് ഷുഡ് ബി. നമ്മൾ റോഡ് റോൾ ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രം എഡ്ജ് ടു സെന്റർ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണോ ഡി ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്രം എഡ്ജ് ടു സെന്റർ വിത്ത് എൻ ഓവർലാപ്പ് ഓഫ് മിനിമം 30 centimeter. എഡ്ജ് ടു സെന്ററിലേക്കാണ് നമ്മൾ റോൾ ചെയ്യുക. വിത്ത് എൻ ഓവർലാപ്പ് ഓഫ് മിനിമം 30 centimeter ഓവർലാപ്പെങ്കിലും ഉണ്ടാവണം. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ദ ഹൈറ്റ് ഓഫ് എ കോൺ ഇൻ സ്ലം കോൺ ടെസ്റ്റ്. നമ്മൾ സ്ലം കോൺ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ട്രങ്കേറ്റഡ് കോണിന്റെ, നമ്മൾ ഉപയോഗിക്കുന്ന ട്രങ്കേറ്റഡ് കോണിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതാണ് ആ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ട്രങ്കേറ്റഡ് കോൺ അല്ലെങ്കിൽ സ്ലം കോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് ടോപ്പിലെ ഡയ എന്ന് പറയുന്നത് 10 centimeters, ബേസ് ഡയ 20 centimeter, ഹൈറ്റ് എന്ന് പറയുന്നത് 30 centimeter ആണ്. ഹൈറ്റ് 30 centimeter ആണ്. അപ്പൊ നമ്മൾ ആൻസർ കിട്ടി ഓപ്ഷൻ
ബി 30 സെന്റിമീറ്റർ നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്ലംപ് കൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? വർക്കബിലിറ്റി ചെക്ക് ചെയ്യാനാണ്. വർക്കബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈസിനെസ് ഓഫ് വർക്ക്, നമ്മളത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന ആ ഒരു ഈസിനെസ്, ആ വർക്കിന്റെ ഈസിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, കോൺക്രീറ്റിന്റെ ആ ഒരു ഈസിനെസ്സിനാണ് വർക്കബിലിറ്റി എന്ന് വെച്ച് പറയാ. ഇപ്പൊ വർക്കബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതില് ഫീൽഡ് ടെസ്റ്റുകളുമുണ്ട്, ലാബ് ടെസ്റ്റുകളുണ്ട്. ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്, ലാബിൽ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണെന്ത്? സ്ലംപ് കൗണ്ട് ടെസ്റ്റ്. ഫീൽഡിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സ്ലംപ് കൗണ്ട് ടെസ്റ്റ്. അതുപോലെ ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റും കൺസോളിഡേഷൻ ഫാക്ട് ടെസ്റ്റും. VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റും കൺസോളിഡേഷൻ ഫാക്ട് ടെസ്റ്റും. ഓക്കെ, അടുത്തത് ദ ബ്രിക്സ് അറേഞ്ച്ഡ് പ്രൊജക്ടിങ് ഇൻ ആൾട്ടർനേറ്റ് കോഴ്സസ് ഫോർ ബോണ്ടിങ് ഫ്യൂച്ചർ വർക്ക് ഈസ് കോൾഡ്. ഓക്കെ, നമ്മള് ബ്രിക്ക് മറ്റേ ബ്രിക്ക് മേസണറി ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് കോഴ്സിൽ എന്ത് ചെയ്യും, നമുക്ക് ബ്രിക്ക് പ്രൊജക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഫർദർ ബോണ്ടിങ്. ഫർദർ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റ് കോസ്റ്റിൽ, ഈ ഫിഗർ കാണുന്ന പോലെ ഓൾട്ടർനേറ്റീവ് കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രിക്ക് പ്രൊജക്ട് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ ഈ വോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുത്ത എക്സ്റ്റൻഷനും ഇതുമായിട്ട് ഈ ബ്രിക്ക് ലെയറുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയാ? ഓപ്ഷൻ ഡി, ടൂത്തിങ് എന്ന് പറയാം. ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ടൂത്തിങ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ത്രോട്ടിങ്. ത്രോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന കോപ്പിംഗ്, സിൽ, അതുപോലെ കോർണിസ്, അതുപോലുള്ള എലമെന്റ്സിന്റെ അണ്ടർ സൈഡിൽ നമ്മളൊരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലട്ടർ എന്ത് ചെയ്യാണ്ടിരിക്കാനാണ്, മഴവെള്ളം ഇങ്ങനെ വന്ന് ഈ വോൾ സർഫസിലേക്ക് വരാണ്ടിരിക്കാൻ ആ ഒരു പാത്ത് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് റെയിൻ വാട്ടർ ക്യാൻ ബി ഡിസ്ചാർജ് ക്ലിയർ ഓഫ് ദി വാൾ സർഫസ്. വാൾ സർഫസ് ടച്ച് ചെയ്യാണ്ട് നമുക്ക് ആ റെയിൻ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഇനി സ്റ്റൂളിംഗ്. സ്റ്റൂളിംഗ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ സ്റ്റോൺ പ്രൊവൈഡ് ടു റിസീവ് ജാംബ് ഓർ മുള്ളിയൻ. നമ്മുടെ വിൻഡോയുടെയൊക്കെ ജാംബ് ഓർ മുള്ളിയൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ സ്റ്റോൺസിന് നമ്മൾ എന്ത് പറയാ? സ്റ്റൂളിംഗ് എന്ന് പറയാം. അടുത്ത് എസ്റ്റിമേറ്റിംഗ് ഫോർ പ്ലാസ്റ്ററിംഗ് യൂഷ്വലി നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എസ്റ്റിമേഷന്റെ അകത്ത് പ്ലാസ്റ്ററിംഗിന്റെ എസ്റ്റിമേഷൻ സമയത്ത് റിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യാത്ത സാഹചര്യങ്ങൾ. അപ്പൊ നമ്മൾ എൻഡ് ഓഫ് ബീംസിനും എൻഡ് ഓഫ് റാഫ്റ്റേഴ്സും സ്മോൾ ഓപ്പണിങ്സും നമുക്ക് എന്ത് ചെയ്യില്ല, റിഡക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബവ്. അടുത്ത ചോദ്യം, ഇൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഓഫ് കണ്ടീജൻസീസ് യൂഷ്വലി. ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റില് ദ പ്രൊവിഷൻ ഓഫ് കണ്ടീജൻസീസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 3 to 5% ആണ്. 3 to 5%. അപ്പൊ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്, അത് ഓർത്ത് വെക്കുക. അടുത്ത ഓപ്ഷൻ, ഇൻ പ്രിപ്പയറിംഗ് സിമന്റ് കോൺക്രീറ്റ് ബൈ വോളിയം ദ സൈസ് ഓഫ് ദ വുഡൻ ബോക്സ് യൂസ്ഡ് ടു മെഷർ അഗ്രിഗേറ്റ് ഈസ്. അപ്പൊ നമ്മളൊരു സിമന്റ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അത് നമ്മൾ ബാച്ചിങ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ബാച്ചിങ് ചെയ്യുന്ന സമയത്ത് അഗ്രിഗേറ്റ്സ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡൻ ബോക്സ്, ആ വുഡൻ ബോക്സിന്റെ അല്ലെങ്കിൽ വോളിയം ബാച്ചിങ്, ആ വുഡൻ ബോക്സിന്റെ ഡൈമെൻഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 35/25/40 സെന്റിമീറ്റർ ആണ് നമ്മുടെ വുഡൻ ബോക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കുക. 35/25/40 സെന്റിമീറ്റർ ആണ് വുഡൻ ബോക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ആസ്ബസ്റ്റോസ് സിമന്റ് കോറുഗേറ്റഡ് ഷീറ്റ് ഈസ്. സിമന്റ് കോറുഗേറ്റഡ് ഷീറ്റ്, ആസ്ബസ്റ്റോസ് സിമന്റ് കോറുഗേറ്റഡ് ഷീറ്റിന്റെ സ്റ്റാൻഡേർഡ് സൈസ് വിഡ്ത്ത് എത്രയാണ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ആൻസർ 1.05 മീറ്റേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.05 മീറ്റേഴ്സ് ആണ്.
അടുത്ത ചോദ്യം, എ വർക്ക് കോസ്റ്റിംഗ് ലെസ് ദാൻ ₹20,000 is termed as. The work costing less than 20,000 is known as. ഇപ്പോൾ വർക്കിന്റെ കോസ്റ്റ് എന്താണ് 20,000-നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് എന്താ പറയാ, പെറ്റി വർക്ക് എന്നാ പറയാം. നമ്മള് പെറ്റി വർക്ക് എന്നാണ് പറയാ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 20ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.